ആർക്കും വേണ്ടാത്ത ഒരു സൈക്കിൾ ടീം. ആർക്കും വേണ്ട എന്ന് പറഞ്ഞാൽ ആ ടീമിന് സൈക്കിൾ വിൽക്കുവാൻ പോലും കമ്പനികൾ മടിച്ചിരുന്നു. കാരണം ഏതാണ്ട് 100 വർഷം കൊണ്ട് ആ ടീം നേടിയത് ആകെ ഒരു മെഡൽ മാത്രമാണ്. അത്തരം ഒരു ടീം തങ്ങളുടെ സൈക്കിളാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാൻ ഒരു കമ്പനിയും ആഗ്രഹിച്ചിരുന്നില്ല. കണ്ട ആപ്പോപ്പ ടീമൊന്നുമല്ല കേട്ടോ. പറഞ്ഞു വരുന്നത് ഒഫീഷ്യൽ ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീമിനെ കുറിച്ചിട്ടാണ്. 2003 ഡേവ് ബ്രെയിൽസ്ഫോർഡ് ഈ ടീമിന്റെ കോച്ചായിട്ട് വരുമ്പോൾ തങ്ങളുടെ തലവര മാറുകയാണെന്ന് ഈ സൈക്ലിംഗ് ടീം വിചാരിച്ചിരുന്നില്ല. 100 വർഷം കൊണ്ട് ഈ സൈക്ലിംഗ് ടീം ആകെ ഒരു ഒളിമ്പിക് ഗോൾഡ് മെഡൽ മാത്രമായിരുന്നു നേടിയിരുന്നത്. പ്രസിദ്ധമായ ടൂർ ഡി ഫ്രാൻസ് അവർ ഒരിക്കൽ പോലും നേടിയിരുന്നില്ല. കോച്ചായി സ്ഥാനമേറ്റെടുത്ത ഡേവിന് അറിയാമായിരുന്നു ഈ ടീമിനെ വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ ഇവരെ ഉടച്ചു വാർക്കണമെന്ന്. പക്ഷെ അത് ഒറ്റയടിക്ക് ചെയ്യാതെ what he did is he improved everything they did by 1%. 1% വീതമുള്ള മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾ അവർ എല്ലായിടത്തും നടപ്പിലാക്കി. ഓടിക്കുന്ന സൈക്കിളിന്റെ സീറ്റിൽ മാറ്റം വരുത്തി, കഴിക്കുന്ന ആഹാരത്തിൽ മാറ്റം വരുത്തി, എന്തിന് അവർ കിടക്കുന്ന മെത്തയിൽ കൂടെ മാറ്റം വരുത്തി. മാത്രമല്ല അവർ സൈക്ലിങ്ങിന്റെ ആവശ്യമായി സഞ്ചരിക്കുമ്പോഴൊക്കെ അവർ ഇതേ മെത്തയിൽ തന്നെ കിടക്കുവാനും പ്രത്യേകം ശ്രദ്ധിച്ചു. എന്തിന് അവർക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ കൈ കഴുകുന്ന ശീലം പോലും പ്രത്യേകമായി ഡോക്ടർമാരുടെ പരിശീലനത്തിലൂടെ അവർ മാറ്റി. 5 വർഷത്തിന് ശേഷം 2008 ബീജിംഗ് ഒളിമ്പിക്സിലെ 60% ഗോൾഡ് മെഡൽസും ഈ ടീം സ്വന്തമായി. 4 വർഷത്തിന് ശേഷം 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ 9 ഗോൾഡ് മെഡലുകളും 7 വേൾഡ് റെക്കോർഡ്സും ഈ ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീം കരസ്ഥമാക്കി. അതേ വർഷം തന്നെ അവർക്ക് ഒരിക്കലും നേടാനാവാതിരുന്ന ടൂർ ഡി ഫ്രാൻസിന്റെ കപ്പും ബ്രാഡ്ലി വിഗിൻസിലൂടെ അവർ അവരുടേതായി. പിന്നീട് അങ്ങോട്ട് നിരവധി മെഡലുകളും ഒരുപാട് ടൂർ ഡി ഫ്രാൻസ് കപ്പുകളും നേടി ആർക്കും വിലയില്ലാതിരുന്ന ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീം ലോക സൈക്ലിംഗ് ചരിത്രത്തിൽ തന്നെ ഇടം നേടി. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കണം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, പഠനത്തിൽ മെച്ചപ്പെടുത്തണം, then start with 1% improvement. 1% improvement, 1% മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലുതായൊന്നും നമുക്ക് തോന്നില്ല. ചിലപ്പോൾ കാണാൻ കൂടി ഒന്നും ഉണ്ടാവുകയും, പക്ഷേ അവ തുടർച്ചയായി ചെയ്യുന്നതിലൂടെ ഒരു നാൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ 1% ഇംപ്രൂവ്മെന്റ് വെച്ച് ലൈഫിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് വളരെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്. നിങ്ങൾക്ക് അത് അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.